ബൈപ്പാസിൽ തവക്കൽ അപ്പോൾസറി ആൻഡ് ബാഗ് എന്ന സ്ഥാപനമാണിത്. ഞാനിവിടെ 6 വർഷമായി തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ റമദാൻ വന്ന 6 വർഷം കഴിഞ്ഞു ഇവിടെ കട തുടങ്ങിയിട്ട്. മേപ്പറമ്പ് ബൈപ്പാസ് റോഡിൽ സിറ്റി മാർട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. അടുത്ത് വന്നിട്ട് സൂപ്പ് കട ഉണ്ട്, RAR മട്ടൺ തൊട്ട് ഒരു സൂപ്പ് കട ഇവിടെ ഉണ്ട്. അതിന്റെ അടുത്താണ് എന്റെ സ്ഥാപനം ഉള്ളത്. നെല്ലിലൂടെ വന്നിട്ട് 6 വർഷത്തോളമായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒരു വേറെ വർക്കായിരുന്നു, ഒരു ബട്ടൺ ഹൗസ് പറഞ്ഞ സ്ഥാപനത്തിൽ ജോലി ചെയ്യായിരുന്നു. അവിടെ നമ്മുടെ ഒരു കൂട്ടുകാരൻ ആബിദ് പറഞ്ഞ ആളാണ് നമ്മുടെ ഈ കൈത്തൊഴിലാണ് ഈ വർക്കിലേക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഫീൽഡ് ബാഗ് വർക്കിലായിരിക്കും കൊടുക്കുന്നത്. ഞാൻ ആദ്യം ഒരു ബാഗ് കടയിലായിരുന്നു. ഇവിടെ 2-ാം മൈലിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ചിങ്ങും ബാഗ് അടിക്കാനൊക്കെ അവിടെ നിന്നാണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. അതിനുശേഷം ബാഗ് വർക്ക് അവിടുന്ന് കമ്മിയായപ്പോൾ ടൗണിൽ ഇതേപോലെ ഒരു അപ്പോൾസറി കടയുള്ള സമീർ ക പറയും, കൽമണ്ഡലത്തിലുള്ള ഒരാളാണ്. ആളുടെ സ്ഥാപനത്തിലേക്കാണ് 2-ാം പ്രാവശ്യം പോയത്. അവിടെ ഈ ടാങ്ക് കവറുകളും വണ്ടികളുടെ സീറ്റ് കവറൊക്കെ ആയിരുന്നു അടിക്കണ്ടായിരുന്നത്. അത് സ്റ്റിച്ചിങ് മാത്രം ചെയ്യുന്ന ഒരു കമ്പനി ആയിരുന്നു. അവിടുന്ന് പോയി അവിടുന്ന് ആ പണികളൊക്കെ പഠിച്ചു. പിന്നെ മൂപ്പര് എന്ത് ചെയ്തു വെച്ചാൽ ഒരു കട ഇട്ട് വന്നു. അവിടെ ആദ്യം ഫിറ്റിംഗ് ഉണ്ടായിരുന്നില്ല. പിന്നെ ബൈക്കുകളൊക്കെ വരാൻ തുടങ്ങി. 2 വീലറിന്റെ ഒരു ഫിറ്റിംഗ് ഷോപ്പിലാണ് എന്നെ ജോലിക്ക് നിർത്തിയത്. ഞങ്ങൾ 2 പേരും ആയതുകൊണ്ട് ആളെ എനിക്ക് പണിയൊക്കെ പഠിപ്പിച്ചു തന്നു. ഇപ്പോൾ ഈ നിലവിലെത്തി. 2 വീലർ ബൈക്കുകൾ എല്ലാം ചെയ്യും. 2 വീലറിലുള്ള എല്ലാ ബൈക്കും, ബുള്ളറ്റ്, RX100, അതുപോലെ ആക്സസ്, ആക്റ്റീവ ബൈക്കുകൾ എല്ലാം 2 വീലറും ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ വണ്ടികളിലും ചെയ്തു കൊടുക്കും. അതിൽ നമ്മൾ സീറ്റ് കവർ, ടാങ്ക് കവർ, അതുപോലെ സൈഡ് ബാഗ്, അതുപോലെ ഗ്രിപ്പ് കവറുകൾ, അങ്ങനെ എല്ലാം ചെയ്യും. പിന്നെ വണ്ടി മൊത്തം മൂടാനുള്ള കവറും നമ്മുടെ അവൈലബിൾ ആണ്. വില കമ്മിയായത് മുതൽ നല്ല ക്വാളിറ്റി വരെ ഉണ്ട്. 200 മുതൽ സീറ്റ് കവർ നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. വില കമ്മിയായത് സ്റ്റാർട്ടിങ് 200 രൂപ. പിന്നെ അതിൽ കൂടിയതുണ്ട്, 250 ഉണ്ട്, 300 ഉണ്ട്, 350 രൂപയുടെ ഉണ്ട്. പല ക്വാളിറ്റിയിൽ റെക്സി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമർ എത്രയാണ് റേറ്റ് പറയുന്ന പ്രൈസ് പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ മെയിൻ അതാണ് പ്രശ്നം, ആർക്കും സമയമല്ല. അതുകൊണ്ട് നമ്മളിപ്പോ ഏകദേശം ഒഴിവുള്ള സമയത്ത് ഓരോ വണ്ടികളുടെ സീറ്റ് കവറും ടാങ്ക് കവറുകളും എന്ത് ചെയ്യും, കട്ട് ചെയ്ത് അടിച്ചു വെക്കുകയാണ്. ഇപ്പൊ ആക്സസ്, ആക്റ്റീവ സമയം കൂടുതലുള്ള പണികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പകുതി ഇവിടെ ചെയ്തു വെക്കും, അല്ലെങ്കിൽ മുഴുവനായി ചെയ്തു വെക്കും. ഇപ്പൊ ആക്സസ് ഒക്കെ വന്ന ഒരു 5 മിനിറ്റ് മതി. ആക്സസ് നമ്മുടെ സ്ഥിരമായിട്ട് ഇവിടെ ഷോറൂം ഉള്ളതുകൊണ്ട് ഇടക്കിടക്ക് വരുന്നതുകൊണ്ടും ഒക്കെ അടിച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ ബ്രൗണ്, എല്ലാ കളറുകളും, ബ്ലാക്ക്, അവർ ഏത് കളറാണോ ഉദ്ദേശിക്കുന്നത് നമ്മൾ മാക്സിമം ഇവിടെ അടിച്ചു വെക്കും. അതിൽ കിട്ടുന്ന കളറുകളൊക്കെ നമ്മൾ ഒരു പീസെങ്കിലും ഇവിടെ അടിച്ചു വെക്കും. വന്നാൽ പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്ന പോലെ ചെയ്യാറുണ്ട്. ഈ ഏരിയ ആയതുകൊണ്ട് നമുക്ക് പല ഭാഗത്തുനിന്നും വരാറുണ്ട്. എനിക്ക് ഒറ്റപ്പാലം, അതുപോലെ പത്തിരിപ്പാല, അതുപോലെ പ്രായിരി, മറ്റേ ചുങ്കം, അവിടുന്ന് മറ്റേ കൊടുതിരപ്പുള്ളി, അവിടെ നിന്നൊക്കെ നമുക്ക് കസ്റ്റമർ ഉണ്ട്. ടൗണിൽ നിന്ന് പിന്നെ അത്യാവശ്യം നമ്മുടെ കുറച്ചറിയുന്ന കസ്റ്റമറും വരാറുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിന്റെ പരിസരത്തുള്ള അയൽവാസികൾ, കുടുംബക്കാരെല്ലാവരും നമ്മുടെ അടുത്തൊക്കെ തന്നെ വരാം. വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കിത് പണി പഠിക്കണം എന്നൊരു നല്ലത്. കൈത്തോലി സ്റ്റിച്ചിങ് ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഈ പണി പഠിച്ചെടുക്കണം, ബാഗ് അടിക്കാൻ പഠിക്കണം എന്നുള്ള ഒരു താല്പര്യം നല്ല ഉണ്ടായിരുന്നു. മാക്സിമം നമ്മൾ ഓർഡർ പ്രകാരം എല്ലാ ബാഗുകളും അടിച്ചു കൊടുക്കും. അവര് എങ്ങനെയാണോ പറയുന്നത് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ മാക്സിമം അത് ഭംഗിയാക്കി കൊടുക്കും. അധികം ഓർഡർ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് കട്ടിങ് ഒക്കെ വീട്ടിൽ പോയിട്ട് ചെയ്തിട്ടും വീട്ടിൽ നിന്ന് കുറച്ച് സഹായം ചെയ്തു തരും. ഭാര്യ മക്കളൊക്കെ കുറച്ച് സഹായം ചെയ്ത് തന്നിട്ടാണ് ഇക്കാന്റെ മക്കളൊക്കെ കുറച്ച് കട്ടിങ്ങും സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് നമ്മൾ മാക്സിമം ഇവിടെ സപ്ലൈ ആണ്. ഇവിടെ തന്നെ കസ്റ്റമർ വരുന്നവർക്ക് കൊടുക്കാനുള്ളതാണ് നമ്മൾ കൂടുതൽ അടിക്കുന്നത്. അത്യാവശ്യം പുറത്തേക്കുള്ള ഓർഡറുകൾ 40 പീസ് 50 പീസ് ഒക്കെ അങ്ങനെ വന്നാൽ നമ്മൾ ഓർഡർ പ്രകാരം റേറ്റ് ഓക്കെ ആണെങ്കിൽ അടിച്ചു കൊടുക്കും. അത് നല്ല അഭിപ്രായമാണ്. നമ്മുടെ എനിക്ക് അൽഹംദുലില്ലാഹ് നല്ല വർക്ക് വരുന്നുണ്ട്. അതായത് ഒരാൾ അടിച്ചു കൊടുത്താൽ അയാളുടെ കൂട്ടുകാർ ആ ബാഗ് കണ്ടിട്ട് നമ്മുടെ അടുത്ത് അടിക്കാൻ വരുന്നുണ്ട്. അതുപോലെ അവർക്ക് ആ ലൈഫ് കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ അതിന്റെ ചെറിയൊരു ബാഗ്, അതിന്റെ വലിയ ബാഗ്, ടൂൾസ് മാത്രം ഇടാനായിട്ട് വണ്ടിന്റെ ഉള്ളിൽ വെക്കാൻ ഇവർക്ക് ബാഗ്, ആ തുണിയിൽ കുറെ ബാഗുകൾ ഞാൻ അടിച്ചു കൊടുത്തു. നമുക്ക് ടൂൾസ് ബാഗുകളാണ്. നമ്മൾ ടൂൾസ് ബാഗ് ഓർഡർ പ്രകാരം എല്ലാവർക്കും അടിച്ചു കൊടുക്കുന്നുണ്ട്. വലിപ്പത്തിനനുസരിച്ചിട്ടും എത്ര നീളം വേണ്ടി, വീതി വേണ്ടി, അതിനനുസരിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഇലക്ട്രീഷ്യൻ, പ്ലംബിങ്, അതുപോലെ വെൽഡിംഗ് വർക്ക്ഷോപ്പ്, അലുമിനിയം ഫാബ്രിക്കേഷൻ, അവർക്കൊക്കെ നല്ല മൂവിങ് ഉള്ള ബാഗാണ്. നല്ല ഉപകാരപ്പെടും. ഇതുകൊണ്ട് ഒരു ബാഗ് അടിച്ചാൽ ഏകദേശം 5 വർഷം ഞാൻ കട തുടങ്ങിയിട്ട് അടിച്ചു കൊടുത്ത ബാഗ് ഇപ്പോഴും ഉണ്ട്. 6 കൊല്ലത്തോളൊക്കെ ആയിട്ട് ലൈഫ് കിട്ടുന്ന ബാഗാണിത്. നമുക്ക് കസ്റ്റമറെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കസ്റ്റമറിനെ വേറെ കസ്റ്റമറെ കൊടുത്തിട്ട് ഒരുപാട് ബാഗുകൾ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട്. നല്ല അഭിപ്രായവും നല്ല ലൈഫുള്ള ബാഗാണ്. ഇത് വന്നിട്ട് നമ്മൾ SRF പറഞ്ഞ ഒറിജിനൽ തുണിയാണ്. ഇത് നല്ല ലൈഫ് കിട്ടും. ഇതിന്റെ വില കമ്മിയായ മെറ്റീരിയലൊക്കെ വരുന്നുണ്ട്. ഇതിൽ വില കമ്മിയായതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. റേറ്റ് കൂടുതലെന്നുള്ളവർക്ക് നമുക്ക് ഇതിന്റെ വില കമ്മിയായ തുണിയിലാണ് അടിച്ചു കൊടുക്കുക. ഈ തുണിയിൽ അടിക്കുമ്പോൾ നമ്മൾ ഫുൾ ഗ്യാരണ്ടിയാണ്. അതുപോലെ ഇത് നല്ല ബലമാണ്, വലിച്ചാല് പെട്ടെന്നൊന്നും നീങ്ങില്ല. നമ്മളിവിടെ വരുന്ന കസ്റ്റമർക്ക് ഇത് കട്ട് ചെയ്തിട്ട് കസ്റ്റമറുടെ കൈ കൊടുത്ത് കീറിക്കാനാണ് പറയുക. നല്ല ലൈഫും കിട്ടും, നല്ല അഭിപ്രായവും ഉണ്ട് ഈ ബാഗിന്. സ്റ്റിച്ചിങ് ബാഗാണത്, ഫുൾ ഗ്യാരണ്ടി. അതായത് നമ്മൾ തുണിയോ അതുപോലെ എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മൾ ഫ്രീ ആയി ചെയ്തു തരും. നല്ല ക്വാളിറ്റിയാണ്, ലൈഫ് കിട്ടും. നമ്മുടെ എടുക്കുന്നവരൊക്കെ നല്ല അഭിപ്രായമുണ്ട്.
രണ്ടാം പ്രാവശ്യം വരുന്നുണ്ട് ബാഗുകളൊക്കെ എടുക്കാനായിട്ട്. ഇത് +2 ഡിഗ്രിക്കൊക്കെ പറ്റിയ പോലത്തെ ബാഗുകളാണ്. ഇതിൽ വേറെ കളറുകളും കിട്ടും. കുറേ സ്റ്റോക്കുകൾ കാണിച്ചതാണ്. ഇത് ജിമ്മിന് പോകുമ്പോൾ അതുപോലെ ബൂട്ടൊക്കെ ഇടാൻ കുട്ടികൾ കളിക്കാൻ പോകുമ്പോഴൊക്കെ എടുക്കുന്ന ഒരു ബാഗാണിത്. ഇതിന് 2 കളറാണ് ഉള്ളത്. ഈ കളറും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. കുട്ടികളും അടിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് വലുപ്പത്തിനനുസരിച്ച് ചെറുതും വലുതും എങ്ങനെ ഏത് അളവിൽ വേണമെങ്കിലും അടിച്ചു കൊടുക്കും. സ്ക്വയറില്, റൗണ്ടില് എല്ലാ മോഡലുകളും നമ്മൾ പറഞ്ഞ പോലെ കസ്റ്റമർ പറയുന്ന പോലെയൊക്കെ അടിച്ചു കൊടുക്കും. പലതരം വരുന്നുണ്ട്. റേറ്റ് കമ്മിയായത് മുതൽ കൂടിയത് വരെ ഏത് പ്രൈസിനനുസരിച്ചുള്ള മെറ്റീരിയൽ നമുക്ക് ഇവിടെ കിട്ടും. നമ്മൾ എടുക്കുന്നത് നമുക്ക് അടിച്ചിട്ടടുത്ത ഒരു ഫിനിഷിങ് കിട്ടണം, ചുഴിവില്ലാണ്ട് നല്ല വൃത്തിയിൽ ഉണ്ടാവണം. നമ്മൾ എവിടെ നിന്ന് അടിച്ച് ആരാ അടിച്ചെന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മെറ്റീരിയലായിരിക്കും എടുക്കുക. സ്റ്റാർട്ടിങ് 200 രൂപ മുതൽ സീറ്റ് കവർ അടിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ ടാങ്ക് കവർ നല്ല ക്വാളിറ്റി വരുമ്പോൾ 200, 250 അങ്ങനെ. വില കമ്മിയായി ചോദിച്ചാൽ 150 രൂപക്ക് നമ്മൾ അടിച്ചു കൊടുക്കാറുണ്ട്. അതിനനുസരിച്ച് ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. അതുപോലെ നമ്മുടെ ബാഗുകളൊക്കെ നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കും. ഏത് ബാഗാണെങ്കിലും നമ്മൾ സിബ് മാറ്റല്, റണ്ണർ മാറ്റല്, കീറിയത് അടിച്ചു കൊടുക്കല്, അങ്ങനെ എല്ലാവിധ റിപ്പയറുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ എടുക്കുന്ന ബാഗുകൾ നമ്മൾ പറഞ്ഞ തുണിയാകുമ്പോൾ ഫുൾ ഗ്യാരണ്ടിയും കൊടുക്കാറുണ്ട്. 1 വർഷം അതിലധികമൊക്കെ നിൽക്കാറുണ്ട് തുണികളൊക്കെ. അങ്ങനെ ഒന്നുമില്ല, നമുക്ക് അൽഹംദുലില്ലാ അങ്ങനെ പോയി കിട്ടിയാൽ മതി. നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, അതേ രീതിയിൽ തന്നെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കും. കോംപ്ലിമെന്റ് ബാഗുകൾ നമ്മൾ റേറ്റിനനുസരിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് റേറ്റ് പറയുന്നത്. നമുക്ക് പലതരം തുണികൾ കിട്ടുന്നുണ്ട്. റേറ്റ് കൂടിയതുണ്ട്, റേറ്റ് കമ്മിയായതുണ്ട്. അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ മാക്സിമം അടിച്ചു കൊടുക്കും. ഫാമിലി എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 വർഷം കഴിഞ്ഞു. ഭാര്യയുണ്ട്, മക്കളുണ്ട്. 2 മക്കളാണുള്ളത്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും. പിന്നെ ഞങ്ങൾ ഫാമിലി കവിയും ഞാനും ഒക്കെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ മൊത്തം 9 ആളുണ്ട്. എന്റെ അമ്മയുണ്ട്, അച്ഛൻ മരിച്ചിട്ട് 5 കൊല്ലമായി. എന്റെ അമ്മ ഉണ്ട് വീട്ടില്. പിന്നെ ഏട്ടനും ഏട്ടന്റെ ഭാര്യ, അവർക്ക് 2 മക്കളാണ്. അങ്ങനെ എല്ലാവരും പാടെ ഒരു ഫാമിലി ആയി. ഇത് വന്നിട്ട് മേപ്പറമ്പ് ബൈപ്പാസ് റോഡാണ് ഈ റോഡ് ഉള്ളത്. അതിന് ഓപ്പോസിറ്റ് സിറ്റി മാർട്ട് സൂപ്പർ മാർക്കറ്റ് എന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇവിടെ. അതിന്റെ തൊട്ടന് നമുക്ക് ഇവിടെ സൂപ്പ് കട ഉണ്ട്. അത് കുറെ ഫേമസ് ആയിട്ടുള്ള ഒരു സൂപ്പ് കടയാണ് ഈ പരിസരത്തുള്ളത്. അതിന്റെ അടുത്ത് വരുമ്പോൾ ഏകദേശം ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്നെ ആരെങ്കിലും കോൾ ചെയ്താൽ തന്നെ സിറ്റി മാർട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് എന്റെ കട എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും അറിയാവുന്നത്.